ആ പോസ്റ്റ് മനഃപൂർവ്വം ഒരു ബ്രാൻഡിങ്ങിന്റെ തന്ത്രത്തിന്റെ ഭാഗമായി ചെയ്തതാണോ? നമ്മൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോൾ ഉത്തരവാദിത്വമുള്ള വാക്കുകൾ ഉപയോഗിക്കേണ്ടതുണ്ട് എന്നാണ്. നമസ്കാരം. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അത് പങ്കുവച്ചതാവട്ടെ വിസ്മയ മോഹൻലാൽ. ഒരു പുതിയ ഇമേജ് അവർ സൃഷ്ടിച്ചു. വിസ്മയ മോഹൻലാലിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? തുടക്കത്തിൽ തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ഒരു സിനിമ റിലീസിനൊരുങ്ങുന്ന വേളയിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതൊരു സാധാരണ പോസ്റ്റ് ആയതുകൊണ്ടാണോ? അല്ല, മറിച്ച് അത് പങ്കുവച്ചത് നമ്മുടെ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ ആയതുകൊണ്ടാണ്. മോഹൻലാലിന്റെ മകൾ എന്ന നിലയിൽ വർഷങ്ങളായി വിസ്മയെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. എന്നാൽ സ്വന്തമായി വ്യക്തമായി നിലപാടുകളുള്ള വ്യക്തിത്വമുള്ള ഒരാളായി സമൂഹം അവരെ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഇത്തരം നിമിഷങ്ങളിലൂടെയാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് കേട്ടോ. ആ പോസ്റ്റ് മനഃപൂർവ്വം ഒരു ബ്രാൻഡിങ്ങിന്റെ തന്ത്രത്തിന്റെ ഭാഗമായി ചെയ്തതാണോ, അതോ ഇനി സ്വാഭാവികമായി ഉയർന്നു വന്ന വളരെ വ്യക്തിപരമായ ഒരു അഭിപ്രായ പ്രകടനമാണോ എന്നൊന്നും ഉറപ്പിച്ച് പറയാനായിട്ടില്ല. അതിനെക്കുറിച്ച് ഊഹാഭോഗങ്ങൾ നടക്കാമൻ എന്നല്ലാതെ അതിന് കൃത്യമായി വസ്തുത എന്തെന്ന് ആർക്കും ഒന്നും വ്യക്തമല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, തറപ്പിച്ച് പറയാം. ഇന്നത്തെ കാലത്ത് ആളുകൾ വെറും ഒരു സെലിബ്രിറ്റിയെയോ സിനിമാ താരത്തെയോ മാത്രമല്ല കേട്ടോ നിരീക്ഷിക്കുന്നത്. സമൂഹത്തോട് കൃത്യമായി സംവദിക്കുന്ന, പ്രതികരിക്കുന്ന അത്തരം വ്യക്തിത്വങ്ങളെയാണ് അവർ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും, അത് നിങ്ങൾ പങ്കുവെക്കുന്ന ഓരോ പോസ്റ്റും, സ്വീകരിക്കുന്ന ഓരോ നിലപാടുകളും നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ അടയാളമായി മാറുകയാണ്. അതിനെ പിന്തുണയ്ക്കുന്നവരുണ്ടാകാം, ഒരുപക്ഷെ വിമർശിക്കുന്നവരും ഉണ്ടാവാം, തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ രണ്ടു കൂട്ടരും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇതാണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കാലത്ത് ഒരു കലാകാരന്റെ ഇമേജ് തീരുമാനിച്ചിരുന്നത് അവരുടെ സിനിമകൾ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് അത് നിർണ്ണയിക്കുന്നത് സോഷ്യൽ മീഡിയയില് അവരുടെ സജീവ സാന്നിധ്യവും പൊതുസമൂഹവുമായി അവർ നടത്തുന്ന ആശയവിനിമയങ്ങളുമാണ്. അപ്പൊ ഇത്തരത്തിൽ വിസ്മയയുടെ അരങ്ങേറ്റ ചിത്രമായ തുടക്കത്തിന്റെ റിലീസിന് തയ്യാറെടുക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾക്കൊപ്പം അവരുടെ പൊതു ഇമേജും അത് ചർച്ചയാവുകയാണ് ഇവിടെ. ഇത് സിനിമയ്ക്ക് ഗുണകരമാകുമോ ദോഷകരമാകുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, നിശബ്ദമായിരിക്കുന്നവരെക്കാൾ സ്വന്തമായി അഭിപ്രായ രൂപീകരണം നടത്തുന്നവരെയാണ് സമൂഹം അന്നും ഇന്നും എപ്പോഴും ഓർത്തു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നത് കേവലം ഒരു സാമൂഹിക ബാധ്യത മാത്രമല്ല, അത് വ്യക്തിഗത ബ്രാൻഡിങ്ങിന്റെ പ്രധാന ഒരു ഘടകം കൂടിയാണ്. ഓരോ പൊതു പ്രസ്താവനയും അത് നൽകുന്നത് വ്യക്തമായ ഒരു സന്ദേശം കൂടിയാണ്. ആ സന്ദേശമാണ് നിങ്ങളുടെ ഇമേജ് രൂപപ്പെടുത്തുന്നത്. ആ ഇമേജാണ് ഭാവിയിലെ നിങ്ങളുടെ അവസരങ്ങളെ പോലും നിർണ്ണയിക്കുന്നത് എന്ന് കാണാം. പ്രശസ്തരായ ആളുകൾ മാത്രമല്ല കേട്ടോ, നമ്മൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോൾ ഉത്തരവാദിത്വമുള്ള വാക്കുകൾ ഉപയോഗിക്കേണ്ടതുണ്ട് എന്നാണ്. കാരണം ഡിജിറ്റൽ ലോകത്ത് നിങ്ങളുടെ ഏറ്റവും വലിയ വിസിറ്റിംഗ് കാർഡ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ സാന്നിധ്യം അത് തന്നെയാണ്. ഈ സംഭവ വികാസങ്ങളിൽ നിന്ന് നാം തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ പാഠവും ഇത് തന്നെയാണ്. വിസ്മയ മോഹൻലാലിന് എല്ലാ ആശംസകളും നേരുന്നു. അവരുടെ തുടക്കം എന്ന ചിത്രം മംഗളകരമാവട്ടെ.